നമസ്കാരം, ഞാൻ ജീവ. എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയായ സാഹസം ഓഗസ്റ്റ് 8-ാം തീയതി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റേഴ്സിൽ വരികയാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള റംസാൻ, ഗൗരി, ശബരീഷ് വർമ്മ, ബാബു ആൻ്റണി, നരേൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ബൈജു ചേട്ടൻ, യോഗ് ജപ്പി, വർഷ, ജയശ്രീ, ആൻസലീം, ആവേശത്തിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹരി, ജിംഖാനയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാർത്തിക്, ഇവരെല്ലാം 21 ഗ്രാംസിന്റെ ഡയറക്ടറും റൈറ്ററുമായിട്ടുള്ള ബിപിൻ കൃഷ്ണ ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ സാഹസത്തിൽ ഒരുമിക്കുകയാണ്. ഇത് ഒരു ഫൺ പാക്ഡ് മൂവിയാണ്. എല്ലാ എലമെന്റ്സും ഉള്ളൊരു മൂവിയാണ്. റൊമാൻസ് ഉണ്ട്, ചെറിയ ചിരി കാണുന്ന സമയത്ത് ചെറിയ ചിരി നിങ്ങളുടെ മുഖത്ത് വരും, അഡ്വഞ്ചർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സോങ്ങിന് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. 7ഓളം സോങ്ങുകളുണ്ട്. ഒരു സോങ്ങാണ് ഓണം മൂഡ് ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. സന്തത സഖി എന്ന് പറഞ്ഞ 2ാമത്തെ പാട്ടും 2 കൈ നീട്ടി സ്വീകരിച്ചു. അങ്ങനെ ഇവരെല്ലാവരും ഉള്ള ഒരു ഫൺ പാക്ഡ് അഡ്വഞ്ചറസ് റൊമാൻറ്റിക് ഡ്രാമയാണ് സാഹസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 21 ഗ്രാംസ് എന്ന് പറഞ്ഞ സിനിമ സെയിം ബിബിനാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും അത് എഴുതിയിരിക്കുന്നതും. അപ്പോൾ അതിന്റെ ഭാഗം പറ്റിയിട്ടുള്ള ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് നല്ല ടെക്നീഷ്യൻസിനോട് വർക്ക് ചെയ്യാൻ പറ്റി. DOP ആൽബി ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലിറിക്സ് വിനായക് ശശികുമാർ, ബിബിനഷാണത് പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഓണം മൂഡ് അത് റംസാൻ ആണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്, റംസാൻ ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് 2 ദിവസം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. നമ്മളത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാട്ട് കേട്ടപ്പോൾ ഏത് മൂഡ്, ഓണം മൂഡ്. അപ്പൊ കുറെ നേരം ആ പാട്ട് കേട്ടാൽ നമ്മൾ കേൾക്കുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടല്ലോ. ഫുൾ ആ ഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് അടിച്ച പൊളിയായിരിക്കും അല്ലേ എന്ന് ഞങ്ങൾ എല്ലാവരും, എനിക്കൊന്ന് വർഷയും ഗൗരി ഇത് അടിക്കും ഉറപ്പാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് അടിച്ച പൊളിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓണം മൂഡ് നമ്മുടെ, എനിക്ക് തോന്നുന്നു സാഹസം എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ഒരു ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് അല്ലാതെ ഒരു ഒഫീഷ്യൽ കോണ്ടന്റ് ആയിട്ട് പോകുന്ന ഓണം മൂഡാണ്. അതിനുശേഷം എവിടെ പോയാലും ഓണം മൂഡാണ്. ഫുഡിൽ ഏത് മൂഡ്, പുട്ട് മൂഡ്, അങ്ങനെ ഏത് മൂഡ്, സോപ്പ് മൂഡ്, ഏത് മൂഡ്, ഉടക്കേടെ മൂഡ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഓണം മൂഡ് ഫീവറിന്റെ കൂടെ ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ് വേറൊരു സന്തോഷം. എറണാകുളത്തുണ്ടായിരുന്നു തൊടുപുഴ ഒരു മെജോറിറ്റി തൊടുപുഴയായിരുന്നു. കാരണം നമ്മൾ 10 ദിവസം നൈറ്റ് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് തൊടുപുഴയാണ്. ഫുൾ വൈകുന്നേരം 6 മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ വെളുപ്പിന് 6 മണി വരെ. പിന്നെ എറണാകുളത്തിലെ കുറച്ച് സ്ഥലങ്ങൾ, IT ഓഫീസ് ഒക്കെ നമ്മുടെ ഇൻഫോ പാർക്കിന്റെ അവിടെ. എറണാകുളം തൊടുപുഴയാണ് മെയിൻ ലൊക്കേഷൻസ്. 21 ഗ്രാംസ് ചെയ്തതല്ലേ നൈറ്റ്. അവസാനം കിളി പോയി. 21 ഗ്രാംസിലും നമ്മുടെ ഡയറക്ടർ ബിവിന്റെ കിളി പോയി. ഇത് പിന്നെ സാഹസത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ കിളി പോയി. കാര്യം അന്ന് ഫൈറ്റ് ആയതുകൊണ്ട് ബിപിൻ ജസ്റ്റ് ഒരു മേൽനോട്ടം നിർവഹിച്ചാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ മാസ്റ്റർ ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കിളി പോയി. രാത്രി 1:30-2 മണിക്കൊക്കെ നിന്ന് ഇടിക്കണം. അവിടെ ഇപ്പൊ കുറെ ബിൽഡിങ്ങുകളൊക്കെ വന്നു. അത് മാത്രമല്ല ആ ലൊക്കേഷൻ തൊട്ടപ്പുറത്തെ ലൊക്കേഷനിലാണ് സാഹസത്തിന് ഒരു പോർഷൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ 21 ഗ്രാംസിലൂടെ ഒരു തിരിച്ചുപോക്ക് നടത്തി സാഹസത്തിലൂടെ. നിഗൂഢത എന്ന് പറഞ്ഞ സ്ഥലമായിട്ടൊക്കെ ഒരുപാട് സെലക്ട് ചെയ്യുന്നത് ആ ട്രാവല് അല്ലേ. കാര്യം എന്താ പറയാ, അവിടെ 2 ടെറൈൻസ്, ആ റോഡിൽ നിന്ന് മാറിയ ആളൊഴിഞ്ഞ ഒരു പ്രദേശം പോലെ, ഒരു വിജനമായ പ്രദേശം പോലെ തോന്നും. അത് മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞ പെട്ടെന്ന് നമുക്കൊരു ടെറൈൻ വ്യത്യാസം തോന്നും ആ സ്ഥലത്തിന്. അപർണയ്ക്ക് അഭിനയത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പം ഇങ്ങനെ ഞാനുള്ളത് കൊണ്ടാണ് ഇപ്പൊ ആജാണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരത്തേക്ക് കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളതാണ് പുള്ളിക്കാരുടെ മെയിൻ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയൊക്കെ എന്റെയും കൂടെ സന്തോഷത്തിന് ചെയ്യുന്നതാണ്. അഭിനയത്തോട് തീരെ താല്പര്യമില്ല. റോണി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. റോണി റിച്ച് കാശിന്റെ കുന്തളിപ്പുള്ള ഒരുത്തനാണ്. അതിന്റെ കുന്തളിപ്പൊക്കെ അവനുണ്ട്. ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൻ പറഞ്ഞ വാക്കിനോട് അപ്പനെ പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് താല്പര്യമില്ലാതെ സേറയെ കെട്ടാൻ പോകുന്നത്. സേറയാണ് നായിക. പക്ഷെ സേറയ്ക്ക് ഒരു പ്രശ്നമുണ്ട് റോണിയെ കെട്ടാൻ. തിരിച്ച് അതേപോലെ തന്നെ റോണിക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പം പിന്നെ ആ വാശിയുടെ പുറത്ത് സേറയെ തന്നെ കിട്ടുള്ളൂ എന്നുള്ളൊരു വാശി എത്തുന്നു. അതാണ് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാണാൻ നല്ല വൃത്തി തോന്നുന്ന ഒരു നാറി. റംസാനെ ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിലാണ് താമസിക്കുന്നത്, കാക്കനാട്. വളരെ കാലമായിട്ട് അറിയാം. ഞങ്ങളിലെല്ലാം ടെലിവിഷനിലൂടെ വന്ന ആൾക്കാരല്ലേ. റംസാൻ കുഞ്ഞിലേ മുതലേ വന്നു. അപ്പം റംസാനെ അറിയാം. നല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കഫേയിൽ മീറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വരില്ല, റാൻഡമായിട്ട് കാണും. അപ്പം കുറെ സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കും. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു സജഷൻ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ റംസാനെ വിളിച്ചു, റംസാൻ ഇങ്ങനെ പരിപാടി ഉണ്ട്, നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് റംസാൻ ഈ സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന കാര്യം, ഈ സിനിമയുടെ തുടക്കം മുതൽ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറെ ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി.
അപ്പോൾ റംസാൻ എനിക്ക് തോന്നുന്നു റംസാന്റെ കരിയറിൽ ആസ് ആൻ ആക്ടർ റംസാന്റെ കരിയറിലെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ആയിരിക്കും സാഹസം. റംസാൻ ആ ഹുക്ക് സ്റ്റെപ്പ് ആക്ച്വലി 2 ദിവസത്തെ റിഹേഴ്സൽ ഉണ്ട്, ഞാൻ പോയില്ല. എനിക്കൊരു ചെറിയ പ്രശ്നമുള്ളത്, വയറിനൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ റംസാന്റെ ഡാൻസിനെ പറ്റി പറയാൻ ഞാൻ ആളെയല്ല. ഈസ് എൻ അമേസിംഗ് ഡാൻസർ, അമേസിംഗ് കൊറിയോഗ്രാഫർ. അവന് എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എന്നുള്ളത്, എന്താ പരിപാടി എന്നുള്ളത് അവന് കൃത്യമായിട്ട് അറിയാം, അവൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത്. ആൻഡ് അത് ഹൈലി പ്രൊഫഷണൽ ആണ് റംസാൻ. എനിക്ക് അങ്ങനെ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ ആ ഏജിൽ നമുക്ക് ഈസി ആയിട്ട് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാം. എനിക്ക് ഫെയിം ഉണ്ട്, എനിക്ക് അത്യാവശ്യം കാശിന്റെ അക്കൗണ്ടിൽ വരുന്നുണ്ടെന്നും അങ്ങനെയല്ല. ഹി സോ ഇൻ ടു ദിസ് മൂവി, സോ ഇൻ ടു ദിസ് ആക്ടിങ്. അങ്ങനെ അടിപൊളി. അവന്റെ കാര്യത്തിൽ പെർഫെക്റ്റാ. സ്പോർട്സ് കരിയറോ, ക്രിക്കറ്റ് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സാഹസവും ഫ്ലവേഴ്സ് TV ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയില്ല. ഈ സിനിമയുടെ റിലീസ് കഴിഞ്ഞിട്ട് വേണം കുറച്ച് വർക്കൗട്ടും പരിപാടിയും ക്രിക്കറ്റും ഒക്കെ ആയിട്ടൊന്ന് തിരിച്ച് ഞങ്ങളുടെ സ്വന്തം ടീമിലേക്ക് പോകാൻ, CCFിലേക്കൊക്കെ ഒന്ന് തിരിച്ചു കയറാൻ. അറിയത്തില്ല, അങ്ങനെ അതിൽ ഏതെങ്കിലും ഒരു പടത്തില് എന്നെ ഞാനെന്ന് പറയുന്ന ഒരാളുടെ, രാജേട്ടൻ കുറെ ദിവസം എന്നെ കണ്ടതല്ലേ, അപ്പം ഞാൻ അഭിനയിക്കോ ഇല്ലയോ, എനിക്ക് ഈ ക്യാരക്ടർ വഴങ്ങോ ഇല്ലയോ എന്നുള്ളത് രാജേട്ടൻ നന്നായിട്ട് അറിയാം. അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ രാജേട്ടൻ എന്നെ ഓർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്നെ വിളിക്കുമായിരിക്കും. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പോകും. കാര്യം എന്നെ സംബന്ധിച്ച് ഇപ്പൊ സിനിമ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പൊ എത്ര സിനിമ വന്നാലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആക്ടിങ് നമുക്ക് വഴങ്ങുന്ന ഒരു പരിപാടിയാണോ എന്ന് നോക്കണം. വരട്ടെ, കുറെ കാര്യങ്ങൾ സിനിമയിലൊക്കെ ചെയ്യണമെന്നുണ്ട്. നടക്കട്ടെ, എല്ലാം എൻ്റെ സമയമാകുമ്പോൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു നല്ല എനർജറ്റിക് ക്രൂവിന്റെ കൂടെ, കാസ്റ്റിന്റെ കൂടെ ഒരുമിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു റോള് ചെയ്യാൻ പറ്റിയതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു 2-2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റിയ, സ്ട്രെസ്സൊക്കെ മാറ്റാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും സാഹസം എന്നുള്ളത്. അപ്പോൾ സാഹസം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനോട് പറയുക. അങ്ങനെ സംസാരിച്ച് ഇതൊരു വലിയ സിനിമയാക്കുക. ഞങ്ങൾ ഒരുപാട് ദിവസത്തെ എഫേർട്ടാണ്. അപ്പൊ കാണുക, അതിന്റെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് പറയുക. അപ്പോൾ ഓഗസ്റ്റ് 8 സാഹസം തിയേറ്ററിൽ വരുവാണ്. കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയണം. ഓക്കെ.